ബംഗ്ലാദേശ് അതിർത്തിയിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ കടുത്ത നടപടിയുമായി BSF രംഗത്ത്. അതിർത്തിയിൽ വിന്യസിപ്പിച്ചിരിക്കുന്ന കമാൻഡോമാരോട് ബംഗ്ലാദേശ് പൗരന്മാരെയോ അവരുടെ സേനയോ അനധികൃത നിർമ്മാണങ്ങൾ നടത്തുന്ന സാഹചര്യം ഉണ്ടായാൽ കർശന നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അതിർത്തിയിൽ ഇത്തരത്തിൽ ഏകദേശം 80 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായും സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ദക്ഷിണ ദിനാജ്പൂർ ജില്ലയിലെ മാലിക്പൂർ എന്ന അതിർത്തിയിൽ ഗ്രാമങ്ങളിൽ അനധികൃതമായ ഒരു സംഘം ബംഗ്ലാദേശി അക്രമികൾ അതിക്രമിച്ചു കയറി BSF സംഘത്തെ ആക്രമിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ആക്രമണത്തിൽ ഒരു ജവാനും ഒരു ബംഗ്ലാദേശിക്കാരനും പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ ലഭ്യമാകുന്നതും. അക്രമികളുടെ കൈവശം വടിവാളും അതുപോലെ തന്നെ വൻതോതിലുള്ള ആയുധ ശേഖരങ്ങളും ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ഒരു വയർക്കാട്ടും ഉണ്ടായിരുന്നു. BSF സംഘം അവരോട് തിരികെ പോകാൻ നിർദ്ദേശിച്ചപ്പോൾ അക്രമികൾ സൈനികരെ ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് സൈന്യം അവർക്ക് നേരെ തന്നെ തോക്കുപയോഗിച്ചു. തുടർന്ന് അക്രമികൾ അതിർത്തിയുടെ അരികിലേക്ക് ഓടിപ്പാഞ്ഞെത്തുകയാണ് ചെയ്തതെന്നും സേനാ വക്താവ് പറയുന്നു. ഈ സാഹചര്യത്തിൽ അതിർത്തി യൂണിറ്റുകളിലെ എല്ലാ BSF കമാൻഡോമാരോടും കർശനമായ ജാഗ്രത പാലിക്കുവാനും 150 യാർഡുകളിലുള്ള നിയമവിരുദ്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയാൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. സമീപകാലത്ത് കുച്ച് ബെഹറിലെ മേഘഗഞ്ചിനോട് ചേർന്നുള്ള അന്താരാഷ്ട്ര അതിർത്തിയിൽ ബംഗ്ലാദേശി പൗരന്മാരുടെ നിയമവിരുദ്ധമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രദേശങ്ങളിൽ വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. തുടർന്ന് BSF സൈനികരുടെ ശക്തമായ എതിർപ്പിന് ശേഷമാണ് ഇത് നിർത്തിവെച്ചതെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. അതേസമയം 2024 ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് ശേഷം അതിർത്തിയിൽ BSF കനത്ത ജാഗ്രതയാണ് സ്വീകരിച്ചു വരുന്നതും. അതേസമയം ഷെയ്ഖ് ഹസീന സർക്കാരിനെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ അട്ടിമറിച്ചുകൊണ്ട് ഇടക്കാല ഭരണകൂടം നിലവിൽ വന്നിട്ട് മാസങ്ങൾ കുറെ ആയെങ്കിലും ബംഗ്ലാദേശിന് നിലയുറപ്പിച്ചിട്ടില്ല എന്നതാണ് വ്യക്തം. നിലവിലെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ സമീപകാലത്തൊന്നും തന്നെ ഒരത്ഭുതവും അവിടെ ഉണ്ടായെന്ന് തോന്നുന്നില്ല. തലസ്ഥാനമായ ധക്കയിൽ വിട്ടുവിട്ട് വിദ്യാർത്ഥി സമരങ്ങൾ ഉണ്ടാകാറുണ്ട്. അരിയും ഡീസലും അടക്കമുള്ള ആവശ്യ സാധനങ്ങളുടെ കടുത്ത ക്ഷാമം കാരണം സമൂഹത്തിനാകമാനം ഉള്ള ജനങ്ങൾ എല്ലാവരും തന്നെ അസംതൃപ്തരാണ്. മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനിസിന്റെ സർക്കാർ ഇനി എത്ര കാലം എന്ന ചോദ്യമുയരാൻ തുടങ്ങിയിട്ട് ആഴ്ചകൾ കുറെയായി. എങ്കിലും പ്രശ്ന പരിഹാരത്തിനും രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്കും സാമൂഹിക ഐക്യത്തിനും വേണ്ടിയുള്ള നടപടികൾ എടുക്കുന്നത് സർക്കാരിന്റെ മുൻഗണനാ പട്ടികയിൽ വന്നിട്ടില്ല എന്നത് വേണം പറയാൻ. ഷെയ്ഖ് ഹസീനയെ വിചാരണ ചെയ്യാൻ ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കാത്തത് യൂനിസിനെയും വിദ്യാർത്ഥി ഉപദേഷ്ടാക്കളെയും അസ്വസ്ഥരാക്കുന്നുണ്ട്. തുടക്കം മുതൽ തന്നെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളാണ് അവർ നടത്തിയിട്ടുള്ളതും. ഈ പട്ടികയിൽ ഒടുവിലത്തേതാണ് ഇടക്കാല സർക്കാരിന്റെ ആഭ്യന്തരകാര്യ ഉപദേഷ്ടാവ് ജനറൽ ജഹാംഗീർ ആലം ചൗധരി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്. മനഃപൂർവ്വം ഇന്ത്യയുമായി സംഘർഷത്തിന് ശ്രമിക്കുകയാണ് ആ രാജ്യമെന്ന് തോന്നിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഹസീന സർക്കാരിന്റെ ഭരണകാലത്ത് ബംഗ്ലാദേശ് ഇന്ത്യയുമായി ഉണ്ടാക്കിയ തുല്യമല്ലാത്ത എല്ലാ കരാറുകളും റദ്ദാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യ ബംഗ്ലാ അതിർത്തിയിൽ നിന്നും 150 ബാരിക്കേഡിനുള്ളിൽ എന്തു ചെയ്യുമെന്നും ഇരു രാജ്യങ്ങളുടെയും അനുമതി വേണം. ഈ ഭാഗങ്ങളിൽ അമ്പലമോ പള്ളിയോ നിർമ്മിക്കുന്നതും ഇരു രാജ്യങ്ങളുടെയും സമ്മതത്തോടെ ആകണമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇക്കഴിഞ്ഞ ഡിസംബറിൽ ആസാമിലെ ഒരു ക്ഷേത്ര പുനരുദ്ധാരണം തടയാൻ ബംഗ്ലാദേശ് അതിർത്തി സേന ഇടപെട്ട് വിവാദമായിരുന്നു. ഇവയ്ക്ക് പുറമെ തന്നെ ചില ബാലിശമായ ആരോപണങ്ങളും അദ്ദേഹം ഇന്ത്യക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ അടുത്തു ചേരുന്ന ബംഗ്ലാദേശ് അതിർത്തി സേനയുടെയും ഇന്ത്യൻ അതിർത്തി രക്ഷാസേനയുടെയും ഡയറക്ടർ ജനറൽമാരും ചർച്ച ചെയ്യുമെന്നും വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം, ഇന്ത്യയിൽ നിന്നും അനധികൃത മയക്കുമരുന്ന്, ആയുധങ്ങൾ, പടക്കോപ്പുകൾ, സ്ഫോടക വസ്തുക്കൾ എന്നിവ ബംഗ്ലാദേശിലേക്ക് കടത്തുന്നത് തുടങ്ങിയവയൊക്കെ തന്നെ പ്രധാന ചർച്ചാ വിഷയമാകുമെന്നും വ്യക്തമാക്കിയിരുന്നു. ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിലെ നദികളിലേക്കുള്ള വെള്ളം തുല്യമായി വീതിക്കുക, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ജലസംബന്ധിതമായ കരാറുകൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങളും ചർച്ച ചെയ്യുമെന്നും വ്യക്തമാക്കിയിരുന്നു. ഒറ്റ നോട്ടത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ഉദ്ദേശശുദ്ധി സംശയാസ്പദമായിരുന്നു. കാരണം ഇന്ത്യയിൽ നിന്നുള്ള ബംഗ്ലാദേശിലേക്ക് അനധികൃതമായ കടന്നുകയറ്റത്തിന് സാധ്യതയില്ല. മനുഷ്യക്കടത്തും ആയുധക്കടത്തും മയക്കുമരുന്ന് കടത്തും ഒക്കെ തന്നെ കൂടുതലായും ഉണ്ടാകുന്നത് ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്കാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശികളെ കണ്ടുപിടിച്ചുകൊണ്ട് തിരിച്ചയക്കാനുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ആസാമിൽ മാത്രം ഏതാണ്ട് 25,000 ബംഗ്ലാദേശികളാണ് ഇങ്ങനെ കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നതും. ഇങ്ങേയറ്റത്തെ കേരളത്തിൽ പോലും അനധികൃതമായി തങ്ങുന്ന ബംഗ്ലാദേശികളെ പോലീസ് പിടികൂടിയ സംഭവങ്ങളും കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഏതാണ്ട് 4097 കിലോമീറ്റർ ദൈർഘ്യമുണ്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തികൾക്ക്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾക്ക് തീർപ്പാക്കിയത് 2015 ജൂൺ 6-നായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അന്നത്തെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീനയും കരാർ അവർ സ്വമേധയാ വ്യക്തിപരമായ താല്പര്യമെടുത്ത് ഒപ്പിട്ടതാണ്.
കരാറിന്റെ ഭാഗമായി ഇന്ത്യയുടെ കൈവശമുണ്ടായിരുന്ന 111 പ്രത്യേക ഇടങ്ങൾ ഏതാണ്ട് 17,160 ഏക്കർ വരുന്ന ഭൂമി ബംഗ്ലാദേശിന് കൈമാറിയിരുന്നു. ബംഗ്ലാദേശിന്റെ കൈവശമുള്ള 51 ഇടങ്ങൾ ഏതാണ്ട് 7,110 ഏക്കർ ഇന്ത്യക്കും കൈമാറിയിരുന്നു. അതായത് കൂടുതൽ ഭൂമി ബംഗ്ലാദേശിന് കൈമാറിയാണ് ഇന്ത്യ അതിർത്തിയിൽ വ്യക്തത വരുത്തിയതും. അങ്ങനെ ഇരിക്കെയാണ് ഈ മാസം പലതവണ അതിർത്തിയിൽ മുള്ളുവേലി കെട്ടാൻ ചെന്ന BSFകാരെ BGBയുടെ ബംഗ്ലാദേശുകളും ചേർന്ന് തടഞ്ഞു വെക്കുന്നത്. വേലികെട്ടൽ നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. ഇന്ത്യ പരമാവധി സംയമനം പാലിക്കുന്നതിനാലാണ് സ്ഥിതിഗതികൾ ഇപ്പോഴും കൈവിട്ടു പോകാതിരിക്കുന്നതും. ബംഗ്ലാദേശിലെ നാദിയ ജില്ലയിൽ നിന്നും 1.4 കോടി രൂപ വില വരുന്ന ഫെൻസഡൈൽ സിറപ്പിന്റെ 62,200 കുപ്പി പിടിച്ചെടുത്തത് കഴിഞ്ഞയാഴ്ചയായിരുന്നു. BSFും കൃഷ്ണഗഞ്ച് പോലീസും ചേർന്ന് അതിർത്തിയിൽ നടത്തിയ ഓപ്പറേഷനിൽ ഭൂമിക്കടിയിൽ നിന്നും മരുന്ന് സൂക്ഷ്മമായ ബാഗുകൾ കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ അവയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത് ഈ ചുമ മരുന്നുകൾ സൂക്ഷിച്ചിരുന്നത് ലഹരി വസ്തുവായി തന്നെ ദുരുപയോഗിക്കപ്പെട്ടതിനാൽ തന്നെ ബംഗ്ലാദേശിൽ ഈ മരുന്നിന്റെ വിൽപ്പന വിലക്കിയിട്ടുണ്ടായിരുന്നു. അതിർത്തി വഴിയുള്ള വളരെ ലാഭകരമായ അനധികൃത ബിസിനസ്സാണിത്. മരുന്നുകൾ സൂക്ഷിക്കാനുള്ള ഗംഭീരമായ സംവിധാനങ്ങളും മറ്റും സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആശ്ചര്യപ്പെടുത്തിയിരുന്നു. ഇത്തരം സംവിധാനങ്ങൾ വേറെയും ഉണ്ടാകുമെന്ന സംശയവും അധികൃതർ പ്രകടിപ്പിച്ചിരുന്നു. അതിനാൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്നും BSF സൂചിപ്പിച്ചിരുന്നു. ഇതിനിടെയാണ് ഇന്ത്യയിൽ നിന്നുള്ള മയക്കുമരുന്ന് കടത്തിന് ആലം ആരോപിക്കുന്നത്. അതേസമയം 16 വർഷമായി അധികാരത്തിലിരുന്ന അവാമി ലീഗ് നേതാവായ ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ചത് ബംഗ്ലാദേശ് ഭരണകൂടമാറ്റം വരുത്തിയതിനു പിന്നിൽ പോലും അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് ആയിരുന്നുവെന്ന ആരോപണങ്ങളും നേരത്തെ തന്നെ ഉയർന്നു വരുന്നു. ഇപ്പോഴിതാ ഡീപ് സ്റ്റേറ്റിന്റെ ഏറ്റവും വലിയ ഏജന്റുമാരിൽ ഒരാളാണെന്ന് കരുതപ്പെടുന്ന ജോർജ് സോറോസിന്റെ മകനും അദ്ദേഹം രൂപീകരിച്ച ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ അധ്യക്ഷനുമായ അലക്സ് സോറോസ് ഒരു പ്രതിനിധി സംഘത്തിനൊപ്പം തന്നെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസിനെ കാണാനെത്തിയത് വലിയ വിവാദങ്ങൾ ഉൾപ്പെടെയാണ് തിരികൊളുത്തിയതും. ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടത്തിൽ രാജ്യത്തിന് നേതൃത്വം കൊടുത്തതിന് യൂനസിനെ സോറോസ് ജൂനിയർ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. ഫൗണ്ടേഷന്റെ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞ യൂനസ് രാജ്യത്തുണ്ടായ വിപ്ലവകരമായ മാറ്റത്തെക്കുറിച്ച് ലോകത്തെ അറിയിക്കാൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്നും സോറോസിനോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇതെല്ലാം തന്നെ ഇന്ത്യയെ അട്ടിമറിക്കാൻ ലക്ഷ്യം വെക്കുന്നതിന്റെ ഭാഗമാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നതും. ഈ കൂടിക്കാഴ്ച നടക്കുന്ന ദിവസം തന്നെ മറ്റൊരു സുപ്രധാന യോഗം കൂടി നടന്നിരുന്നു. മുൻ പ്രധാനമന്ത്രി ബീഗം അദ്ദേഹവുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നാൽ ക്ഷണം കിട്ടിയതനുസരിച്ചാണ് പ്രഭാത ഭക്ഷണത്തിന് പോയതെന്നായിരുന്നു പാർട്ടിയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായ ഷെമ വ്യക്തമാക്കിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.